ഹലോ എവരി വൺ, വെൽക്കം ടു കൊടിയൻ. റിയാക്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് റിയാക്ട്? റിയാക്ട് ഈസ് ഫ്ലെക്സിബിൾ യു ഐ ഇൻ്റർഫേസസ് ഉള്ള സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസിനെ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് ഫ്രണ്ട് ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. റിയാക്ട് ഉപയോഗിച്ച് മൊബൈൽ ആൻഡ് വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. റിയാക്ടിൻ്റെ മൊബൈൽ വെർഷനെ റിയാക്ട് നേറ്റീവ് എന്നാണ് പറയുന്നത്. കോമ്പണൻറ്റ് ബേസ്ഡ് ആർക്കിടെക്ചറിൽ ഈസിയായി പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് റിയാക്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. സ്റ്റേറ്റ് ബേസ് ചെയ്ത് യു ഐ റെൻഡർ ചെയ്യുന്നതിനാൽ ഡിക്ലറേറ്റീവ് പാരഡൈം ഫോളോ ചെയ്യുന്നു എന്ന് പറയും. എന്ന് വെച്ചാൽ ആസ് എ ഡെവലപ്പർ സ്റ്റേറ്റിനെ പറ്റി മാത്രം ബോധം ചെയ്താൽ മതി, റെൻഡറിങ് പാർട്ട് റിയാക്ട് നോക്കിക്കോളും. വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് റിയാക്ട്? ഫസ്റ്റ് വൺ, റിയാക്ട് JSX യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റിൽ HTML എഴുതാനും എക്സ്ട്രാ ലേണിംഗ് കർവ് ഇല്ലാതെ തന്നെ റിയാക്ട് യൂസ് ചെയ്യാനും പറ്റും. റിയാക്ട് ഇൻറ്റേർണലി വെർച്വൽ ഡോം എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫാസ്റ്ററായി UI റെൻഡർ ചെയ്യാനും പറ്റും. സെർവർ സൈഡ് റെൻഡറിങ് അഥവാ SSR ഉള്ളതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറീസിനും ഫ്രെയിംവർക്സിനും സാധാരണയായി കണ്ടുവരുന്ന SEO ഇഷ്യൂസും സോൾവ് ആക്കാൻ പറ്റും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ഡാറ്റ ഫ്ലോ ആണ്. പാരൻറ്റ് കോമ്പണൻറ്റിൽ നിന്നും ചൈൽഡ് കോമ്പണൻറ്റിലോട്ട് ഡാറ്റ ഫ്ലോ ചെയ്യുന്നതിനാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒഴിവാക്കാൻ പറ്റും. ലാസ്റ്റ് വൺ, റീയൂസബിൾ കോമ്പണൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നതിനാൽ പ്രൊജക്റ്റ് സൈസും ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ടൈമും എഫേർട്ടും കുറവാണ്. റിയാക്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ react.devil ഡോക്യുമെൻറ്റേഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ഓൺ ലേൺ റിയാക്ട് ഇപ്പോൾ സൈഡ് ബാർ വരും. സൈഡ് ബാറിൽ ഇൻസ്റ്റലേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്റ്റ് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ റിയാക്ടിൻ്റെ തന്നെ ഒഫീഷ്യൽ വേസ് ടു ഇൻസ്റ്റാൾ റെക്കമെൻഡേഷൻസ് കാണാം. നെക്സ്റ്റ് ഈസ് റിമിക്സ്, ഗാറ്റ്സ്ബി എന്നിവയാണ്. ഇൻഡിവിജ്വൽ ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്താൽ ഡോക്യുമെൻറ്റേഷൻ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ പ്രൊജക്റ്റ് റൺ ചെയ്യാൻ രണ്ട് ടൂളിംഗ് പാക്കേജസിനെ പറ്റി പറയാം. ക്രിയേറ്റ് റിയാക്ട് ആപ്പ് ആൻഡ് ബീറ്റ്. ഫസ്റ്റ്, ക്രിയേറ്റ് റിയാക്ട് ആപ്പ്. create-react-app.dev എടുത്താൽ ഡോക്യുമെൻറ്റേഷൻ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി npx create-react-app നിങ്ങളുടെ പ്രൊജക്റ്റ് നെയിം എന്താണെന്ന് വെച്ചാൽ അത് അടിച്ച് കമാൻഡ് റൺ ചെയ്യുക. ദെൻ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് നെയിം എന്താണോ കൊടുത്തത് അതിലോട്ട് ചേഞ്ച് ഡയറക്ടറി CD ചെയ്ത് yarn start or npm run start ടൈപ്പ് ചെയ്താൽ ലോക്കൽ ഹോസ്റ്റ് 3000ൽ പ്രൊജക്റ്റ് ഓപ്പൺ ആയി വരും. നെക്സ്റ്റ് ടൂൾ വീറ്റ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്കഫോൾഡിംഗ് ടൂളാണ് വീറ്റ്. weet.js.dev എടുത്താൽ ഡോക്യുമെൻറ്റേഷൻ കാണാൻ പറ്റും. പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് npm run weet.js latest കമാൻഡ് ടൈപ്പ് ചെയ്താൽ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടാവും. വീറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന പ്രോംപ്റ്റ് വരും. യെസ് ഓർ വൈ അടിച്ചാൽ വീറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടാവും. അതിനുശേഷം പ്രൊജക്റ്റ് നെയിം എന്താണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ P1 എന്ന് കൊടുക്കുന്നു. ദെൻ ഫ്രെയിംവർക്ക് ഏതാണ് വേണ്ടതെന്ന് ചോദിക്കും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ റിയാക്റ്റ് ആണ്. വേരിയൻ്റ് ഏതാണ് വേണ്ടതെന്ന് ചോദിക്കും. അത് ടൈപ്പ് സ്ക്രിപ്റ്റ് വേരിയൻറ്റിലാണോ നമുക്ക് പ്രൊജക്റ്റ് വേണ്ടത്, ജാവാസ്ക്രിപ്റ്റ് വേരിയൻറ്റിലാണോ പ്രൊജക്റ്റ് വേണ്ടത്, അതിനെ ബേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ജാവാസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ സ്കഫോൾഡിങ് സ്റ്റാർട്ട് ചെയ്യും. സ്കഫോൾഡിങ് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് നെയിമിലോട്ട് ചേഞ്ച് ഡയറക്ടറി ചെയ്ത് CD അടിച്ച് npm ഇൻസ്റ്റാൾ ചെയ്യുക. ബേസിക്കലി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ഡിപ്പെൻഡൻസീസും ഇൻസ്റ്റാൾ ആവും. ഇനി പ്രൊജക്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് npm run dev യൂസ് ചെയ്യുക. ബ്രൗസറിൽ ലോക്കൽ ഹോസ്റ്റ് 5173 എടുത്താൽ പ്രൊജക്റ്റ് റൺ ആവുന്നത് കാണാം. വാട്ട് ഈസ് JSX? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ജാവാസ്ക്രിപ്റ്റ് XMLൻ്റെ ഷോർട്ട് ഫോമാണ് JSX. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ HTML എഴുതാൻ ഹെൽപ്പ് ചെയ്യുന്ന റിയാക്ട് ഫീച്ചറാണ് JSX. റിയാക്ടിൻ്റെ തന്നെ ക്രിയേറ്റ് എലമെൻറ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്റ്റിക് ഷുഗറാണ് JSX എന്ന് പറയും. അതായത് റിയാക്ട് ഡെവലപ്പർ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡ് റിയാക്ട് ഇൻറ്റേർണലി ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് റെൻഡർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത വീറ്റ് പ്രൊജക്റ്റ് ഇതിലെ app.js ഫയൽ എടുത്താൽ പ്രൊജക്റ്റ് സ്കഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ വരുന്ന കോഡ് കാണാം. അത് റിമൂവ് ചെയ്ത് ഹെഡർ ടാഗിൻ്റെ ഉള്ളിൽ ഹെലോ എന്ന് റിട്ടേൺ ചെയ്താൽ
റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സെർവർ ഹോട്ട് റീലോഡ് ചെയ്ത് ഹലോ യു ഐയിൽ റെൻഡർ ചെയ്ത് വരും. ഇനി ഇതേ കോഡ് റിയാക്റ്റിൻ്റെ ഭാഷയിൽ ക്രിയേറ്റ് എലമെൻ്റ് വെച്ച് എങ്ങനെ എഴുതാൻ നോക്കാം. JSX എസെൻഷ്യലി ക്രിയേറ്റ് എലമെൻറ്റിൻ്റെ സിൻറ്റാറ്റിക് ഷുഗറാണെന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ക്രിയേറ്റ് എലമെൻറ്റിൽ 3 പാരാമീറ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ടൈപ്പ് ഓഫ് എലമെൻറ്റ്, ദെൻ പ്രോപ്സ് ഓർ പ്രോപ്പർട്ടീസ്, ആൻഡ് ലാസ്റ്റ് വൺ ചിൽഡ്രൻ. ഇതിൽ ടൈപ്പ് എന്ന് പറയുന്ന പാരാമീറ്റർ റെൻഡർ ചെയ്ത് വരേണ്ട HTML ടാഗിനെയും, സെക്കൻഡ് പാരാമീറ്റർ പ്രോപ്സ് HTML ടാഗിൽ വേണ്ട ആട്രിബ്യൂട്ട്സ്, ഫോർ എക്സാമ്പിൾ ക്ലാസ് നെയിം. ലാസ്റ്റ് പാരാം ചിൽഡ്രൻ, ടാഗിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടന്റ് നെയിം എന്താണോ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫയൽ സേവ് ചെയ്ത് ലോക്കൽ ഹോസ്റ്റ് 3000 എടുത്ത് നോക്കിയാൽ ഹെല്ലോ റെൻഡർ ചെയ്ത് വരുന്നത് കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു ക്രിയേറ്റ് കോമ്പണൻസ് ഇൻ റിയാക്ട്. നമുക്കറിയാം റിയാക്ട് പ്രോജക്ട്സ് ബിൽഡ് ചെയ്യുന്നത് തന്നെ ഒരു കോമ്പണൻറ്റ് ബേസ്ഡ് ആർക്കിടെക്ചറിലാണ്. 2 ടൈപ്പ് ഓഫ് കോമ്പണൻസ് ആണ് റിയാക്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ക്ലാസ് കോമ്പണൻറ്റ്, സെക്കൻഡ് വൺ ഫങ്ഷൻ കോമ്പണൻറ്റ്. ഫസ്റ്റ് ക്ലാസ് കോമ്പണൻസിനെ പറ്റി പറയാം. ക്ലാസ് കോമ്പണൻസ് ഉണ്ടാക്കുമ്പോൾ ക്ലാസ് കോമ്പണൻറ്റ് നെയിം എക്സ്റ്റെൻസ് റിയാക്ട് ഡോട്ട് കോമ്പണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാൻഡേറ്ററി ആണ്. ഇൻഹെറിറ്റ് ചെയ്യുന്ന റിയാക്ട് ഡോട്ട് കോമ്പണൻറ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മളുണ്ടാക്കുന്ന അവർ ഓൺ കോമ്പണൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ്, ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഇതെല്ലാം ഇൻഹെറിറ്റ് ആവും. അതുപോലെ തന്നെ മാൻഡേറ്ററി ആണ് റെൻഡർ മെത്തേഡ്. ഇതിൽ റിട്ടേൺ ചെയ്യുന്ന HTML ആണ് UIയിൽ റെൻഡറായി വരുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോമ്പണൻറ്റ് ക്രിയേഷൻ മെത്തേഡ് ഫങ്ഷൻ കോമ്പണൻറ്റ് ക്രിയേഷൻ ആണ്. ഇതാണ് ഏറ്റവും ഈസിയായ മെത്തേഡ്. ഒരു സിമ്പിൾ ഫങ്ഷൻ എഴുതി എന്താണോ റെൻഡർ ചെയ്യേണ്ട HTML അത് ജസ്റ്റ് റിട്ടേൺ ചെയ്താൽ അത് UIയിൽ റെൻഡറായിട്ട് വരും. ക്ലാസ് കോമ്പണൻസിൻ്റെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഫങ്ഷണൽ കോമ്പണൻറ്റിൻ്റെ ക്രിയേഷൻ. ഓൾസോ റിയാക്ട് 16.8 തൊട്ട് ഹുക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് ക്ലാസ് കോമ്പണൻറ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഫങ്ഷണൽ കോമ്പണൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കോഡിൽ നോക്കുകയാണെങ്കിൽ സോഴ്സ് ഫോൾഡർ ഉണ്ട്. സോഴ്സ് ഫോൾഡറിൻ്റെ ഉള്ളിൽ കോമ്പണൻസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ ക്ലാസ് കോമ്പണൻറ്റ് .jsx എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കുക. അതിൻ്റെ ഉള്ളിൽ ക്ലാസ് കോമ്പണൻറ്റ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഒരു കോമ്പണൻറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കോമ്പണൻറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കുന്നതാണ്. ദെൻ ഈ കോമ്പണൻറ്റ് എക്സ്പോർട്ട് ചെയ്താൽ ഈ പ്രൊജക്റ്റിൽ എവിടെ വേണമെങ്കിലും അത് ഇമ്പോർട്ട് ചെയ്ത് ഈ കോമ്പണൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഫങ്ക് കോമ്പണൻറ്റ് എന്ന പേരിൽ ഒരു JSX ഫയൽ ഉണ്ടാക്കുക. അതിൽ ഫങ്ക് കോമ്പണൻറ്റ് എന്ന പേരിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് റെൻഡർ ചെയ്യേണ്ടി വരേണ്ട HTML ജസ്റ്റ് റിട്ടേൺ ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഫയലും എക്സ്പോർട്ട് ചെയ്താൽ നമുക്ക് പ്രൊജക്റ്റിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് കോമ്പണൻറ്റിലാണോ ഈ ക്രിയേറ്റ് ചെയ്ത കോമ്പണൻസ് ചൈൽഡായിട്ട് വരേണ്ടത് അവിടേക്ക് ഈ കോമ്പണൻസ് ഇമ്പോർട്ട് ചെയ്ത് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ ഈ കോമ്പണൻസ് റെൻഡറായി വരുന്നത് കാണാം. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസർ എടുത്ത് ലോക്കൽ ഹോസ്റ്റ് ഏത് പോർട്ടിലാണ് റൺ ചെയ്യുന്നത് അതെടുത്ത് നോക്കിയാൽ ബ്രൗസറിൽ റെൻഡർ ചെയ്ത് വരുന്നത് കാണാം. റിയാക്ട് കോമ്പണൻസിൽ സ്റ്റേറ്റ് ഇൻറ്റഗ്രൽ പാർട്ടാണെന്ന് അറിയാലോ. റിയാക്ട് 16.8 മുന്നേ ഫങ്ഷണൽ കോമ്പണൻസ് അവൈലബിൾ ആയിരുന്നെങ്കിലും ഫങ്ഷണൽ കോമ്പണൻസിൽ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. 16.8-ൽ റിയാക്ട് ഹുക്സ് എന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഫങ്ഷണൽ കോമ്പണൻസ് ഉണ്ടാക്കാനുള്ള റിയാക്റ്റിൻ്റെ പ്രിഫേർഡ് വേ. ഹുക്സ് യൂസ് ചെയ്ത് റിയാക്റ്റിൻ്റെ എല്ലാ ലൈഫ് സൈക്കിൾ മെത്തേഡ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഫീച്ചറുണ്ട്, അതാണ് എറർ ബൗണ്ടറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. റിയാക്ട് പ്രൊജക്റ്റിൽ എറർ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഒരു ഫോൾ ബാക്ക് UI കാണിക്കുന്ന റിക്വയർമെൻറ്റ് വരാണ്. അതിനുവേണ്ടി എറർ ബൗണ്ടറി എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് ഉണ്ടാക്കി അതിനെ പ്രൊജക്റ്റിൻ്റെ പാരൻ്റായി റാപ്പ് ചെയ്ത് ഈ സിനാരിയോസ് മാനേജ് ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റേഷനിൽ കാണാം സ്റ്റാറ്റിക് ഗെറ്റ് ഡിറൈവ്ഡ് സ്റ്റേറ്റ് ഫ്രം എറർ ഓർ കോമ്പണൻറ്റ് ഡിഡ് ക്യാച്ച് മെത്തേഡ്സിൽ ഏതിൽ ഒന്നോ ഇത് രണ്ടോ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തെങ്കിൽ അതിനെ എറർ ബൗണ്ടറി കോമ്പണൻറ്റ് ആയി കൺസിഡർ ചെയ്യാവുന്നു. സ്റ്റാറ്റിക് ഗെറ്റ് ഡിറൈവ്ഡ് സ്റ്റേറ്റ് ഫ്രം എറർ മെത്തേഡ്
പ്രൊജക്റ്റിൽ വരുന്ന എററിനെ ബേസ് ചെയ്ത് ഫോൾ ബാക്ക് ക്യൂ ആയി കാണിക്കാനുള്ള ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കോമ്പണൻറ്റ് ക്യാച്ച് മെത്തേഡ് എറർ ലോഗിംഗ് സർവീസിലോട്ട് സെൻട്രിയോ ലോഗ് റോക്കറ്റോ നിങ്ങൾ യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് സർവീസ് ഏതാണ് അതിലോട്ട് പേലോഡ് API വഴി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഈ പറഞ്ഞ രണ്ട് മെത്തേഡും ക്ലാസ് കോമ്പണൻറ്റിൻ്റെ ലൈഫ് സൈക്കിൾ മെത്തേഡാണ്. ഇത് ഫങ്ഷണൽ കോമ്പണൻറ്റിൽ അവൈലബിൾ അല്ല. ഹുക്സ് വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റേഷനിൽ കാണാം. സെപ്പറേറ്റ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് സെയിം ഫങ്ഷണാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്റ്റേറ്റ് ഇൻ റിയാക്ട്? കോമ്പണൻറ്റ് റെൻഡർ ചെയ്യാൻ ആവശ്യമായ ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഒബ്ജക്റ്റാണ് സ്റ്റേറ്റ്. ഈ ഡാറ്റ കോമ്പണൻറ്റിൻ്റെ ലൈഫ് സ്പാനിൽ ഇവോൾവ് ആകുന്നതിനനുസരിച്ച് റെൻഡർ ചെയ്തു വരുന്ന UIയും കോമ്പണൻറ്റിൻ്റെ റെൻഡറിങ്ങിനെയും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ക്ലാസ് കോമ്പണൻസിലും ഫങ്ഷണൽ കോമ്പണൻസിലും എങ്ങനെയാണ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലാസ് കോമ്പണൻറ്റ് നോക്കാം. കൺസ്ട്രക്ടർ മെത്തേഡിൽ ദിസ് സ്റ്റേറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ ശേഷം അതിൽ കീ ഡിഫൈൻ ചെയ്തത്. ഇവിടെ ഗ്രീറ്റ് എന്ന കീ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ വാല്യൂ റെൻഡർ ചെയ്യുന്നതിന് വേണ്ടി ഏത് കോമ്പൗണ്ടിലാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു HTML ടാഗിൻ്റെ ഉള്ളിൽ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഗ്രീറ്റ് എന്ന കേളി ബ്രേസസിൽ എഴുതിയ UIയിൽ റെൻഡർ ആയി വരുന്നത് കാണാം. ഈ ക്ലാസ് കോമ്പണൻറ്റിൻ്റെ കൺസ്ട്രക്ടർ മെത്തേഡ് നോക്കുകയാണെങ്കിൽ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത് കാണാം. സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത് പാരന്റ് ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യാനാണ്. ഇവിടെ പാരന്റ് ക്ലാസ് റിയാക്റ്റിൻ്റെ തന്നെ കോമ്പണൻറ്റ് ക്ലാസ് ആണ്. സൂപ്പർ മെത്തേഡ് ഇൻവോക്ക് ആക്കുകയാണെങ്കിൽ ഈ കോമ്പണൻറ്റ് കോണ്ടെക്സ്റ്റ് അവെയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കോമ്പണൻറ്റിലോട്ട് പ്രോപ്സ് പാസ് ചെയ്യുകയാണെങ്കിൽ ഈ പാസ് ചെയ്ത് വരുന്ന പ്രോപ്സിനെ കൺസ്ട്രക്ടറിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ കോമ്പണൻസിൽ യൂസ് സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്ത് സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാം. കേളി ബ്രാക്കറ്റ്സിൽ സ്റ്റേറ്റിനെ പാസ് ചെയ്ത UIയിൽ റെൻഡർ ആയി വരുന്നത് കാണാം. പ്രോപ്സ് ഇൻ റിയാക്ട് കോമ്പണൻസിലോട്ടുള്ള ഇൻപുട്ടിനെയാണ് പ്രോപ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്ട്സോ സിംഗിൾ വാല്യൂസോ പാരന്റ് കോമ്പണൻറ്റിൽ നിന്നും ചൈൽഡ് കോമ്പണൻറ്റിലോട്ട് പാസ് ചെയ്യാം. കസ്റ്റം ഡാറ്റ ചൈൽഡ് കോമ്പണൻസിലോട്ട് പാസ് ചെയ്യുന്നതിനും സ്റ്റേറ്റ് ചേഞ്ച് ട്രിഗർ ചെയ്യുന്നതിനും പ്രോപ്സ് യൂസ് ചെയ്യാം. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് പ്രോപ്സ്? സ്റ്റേറ്റ് ആൻഡ് പ്രോപ്പ് കോമ്പണൻറ്റ് റെൻഡർ ചെയ്യുന്ന ഡാറ്റ മാനേജ് ചെയ്യുന്നു. സ്റ്റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഇനീഷ്യലി ഡിഫൈൻ ചെയ്ത കോമ്പണൻറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ സ്റ്റേറ്റ് ചേഞ്ചസ് മാനേജ് ചെയ്യാൻ പറ്റൂ. സ്റ്റേറ്റ് ചേഞ്ചസ് റീറെൻഡർ ട്രിഗർ ചെയ്യും. ഇത് UIയിൽ ലേറ്റസ്റ്റ് ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യും. അതേസമയം പ്രോപ്സ് പാരന്റ് കോമ്പണൻറ്റ് ചൈൽഡ് കോമ്പണൻറ്റിലോട്ട് പാസ് ചെയ്യുന്ന റീഡ് ഓൺലി വാല്യൂസ് ആണ്. ചൈൽഡ് കോമ്പണൻസിന് പ്രോപ്പിനെ ഇൻറ്റേർണലി ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. കോൾ ബാക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്ത് ചൈൽഡ് കോമ്പണൻറ്റിൽ നിന്ന് പാരന്റ് കോമ്പണൻറ്റിൻ്റെ സ്റ്റേറ്റ് ചേഞ്ചസ് ട്രിഗർ ചെയ്യാൻ പറ്റും. പ്രോപ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചൈൽഡ് കോമ്പണൻസ് ഉണ്ടാകുക. ഫയൽസിനെ റെസ്പെക്റ്റീവ് ഫോൾഡറിലോട്ട് മൂവ് ചെയ്യാണ് ഫോർ ഈസ് ഓഫ് എക്സ്പ്ലനേഷൻ. ഫയൽസിനെ മൂവ് ചെയ്യുന്നത് IDയുടെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ടെല്ലാം കറക്റ്റ് ആക്കിക്കോളും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബ്രൗസറിൽ കറക്റ്റായിട്ട് റെൻഡർ ആയിട്ട് വരുന്നുണ്ടോയെന്ന്. ചൈൽഡ് കോമ്പണൻറ്റ് ഉണ്ടാക്കാൻ സബ്ന്ന് പേരിൽ ഒരു ഫോൾഡർ കൂടി ഉണ്ടാക്കി അതിൽ ചൈൽഡ് ഡോട്ട് JSX ഫയൽ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കാം. ഞാൻ ചൈൽഡ് എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. ക്ലാസ് ബേസ്ഡ് ചൈൽഡ് കോമ്പണൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഗ്രീറ്റിന് കേളി ബ്രേസസിൽ എഴുതിയ പ്രോപ്പായി പാസ് ചെയ്യുന്ന ഗ്രീറ്റ് പ്രോപ്പർട്ടി ചൈൽഡ് കോമ്പണൻറ്റിൽ ആക്സസ് ചെയ്യാം. ചൈൽഡ് കോമ്പണൻറ്റ് ഡിഫോൾട്ടായി ഈ ഫയലിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തതിനു ശേഷം പാരന്റ് ക്ലാസ്സിലെ റിട്ടേൺ ഫംഗ്ഷനിൽ ഈ ചൈൽഡ് കോമ്പണൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പ്രോപ്പായി പാരന്റ് കോമ്പണൻറ്റിലെ ഗ്രീറ്റ് സ്റ്റേറ്റ് പാസ് ചെയ്ത് കൊടുക്കുക. ബ്രൗസർ ചെക്ക് ചെയ്ത് നോക്കിയാൽ
ഈ ചേഞ്ചസ് റിഫ്ലക്റ്റ് ആയത് കാണാം. നെക്സ്റ്റ് ഫംഗ്ഷൻ ബേസ് ചൈൽഡ് കോമ്പണൻറ്റ് ഉണ്ടാക്കാൻ സബ് ഡയറക്ടറി ഉണ്ടാക്കി ചൈൽഡ് JSX ഫയൽ ഉണ്ടാക്കുക. ഫംഗ്ഷണൽ കോമ്പണൻറ്റ് ഉണ്ടാക്കുക. പ്രോപ്സ് പാരാമീറ്ററായി പാസ് ചെയ്യുക. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ കേളി ബ്രാസസിൽ പ്രോപ്സ് ഡോട്ട് ഗ്രീറ്റ് പാസ് ചെയ്ത ഗ്രീറ്റ് മെസ്സേജ് റെൻഡർ ആവും. പാരൻറ്റ് കോമ്പൗണ്ടിൽ പോയിട്ട് ഈ ചൈൽഡ് കോമ്പോണൻറ്റ് ആഡ് ചെയ്ത് പ്രോപ്പായി പാരൻറ്റ് കോമ്പൗണ്ടിലെ ഗ്രീറ്റ് സ്റ്റേറ്റ് പാസ് ചെയ്ത് കൊടുക്കുക. ചേഞ്ചസ് ബ്രൗസറിൽ കാണാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ഹെഡർ ടാഗ് ആക്കി സ്റ്റേറ്റ് വാല്യൂസ് ചേഞ്ച് ചെയ്ത് സെയിം വാല്യൂസ് ബ്രൗസറിൽ ഉണ്ടാകുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ HTML ആൻഡ് റിയാക്ട് ഇവന്റ് ഹാൻഡ്ലർ? ഫസ്റ്റ് ഡിഫറൻസ് നെയിമിംഗ് കൺവെൻഷൻ തന്നെയാണ്. റിയാക്റ്റിൽ ഇവന്റ് നെയിം ക്യാമൽ കേസിലാണ്, HTML ലോവർ കേസിലും. ഫോർ എക്സാമ്പിൾ ഓൺ ക്ലിക്ക്. നോർമൽ HTML ഓൺ ക്ലിക്ക് വൺ സിംഗിൾ ലോവർ കേസ് വേർഡാണ്. റിയാക്റ്റ് വരുമ്പോൾ അത് ഓൺ ക്യാപിറ്റൽ C LICK ഒരു ക്യാമൽ കേസ് ഫോർമാറ്റിലാണ് റിയാക്റ്റിലെ ഇവന്റ് നെയിം വരുന്നത്. സെക്കൻഡ് ഡിഫറൻസ് ബ്രൗസറിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ ഹാൻഡ്ലിംഗ് ആണ്. റിയാക്റ്റിൽ ബ്രൗസറിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ നിർത്തണമെങ്കിൽ ഏത് ഇവൻ്റാണോ നടന്നത് ആ ഇവൻ്റ് ഡോട്ട് പ്രിവെൻറ്റ് ഡിഫോൾട്ട് യൂസ് ചെയ്താൽ ഡിഫോൾട്ട് ബിഹേവിയർ നിർത്താൻ പറ്റും. HTML ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റായി റിട്ടേൺ ഫോൾസ് കൊടുത്താൽ ഡിഫോൾട്ട് ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ക്ലാസ് കോമ്പൗണ്ടിൽ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഹാൻഡിൽ ക്ലിക്ക് മെത്തേഡ് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ഈ ഹാൻഡിൽ ക്ലിക്ക് ഓൺ ക്ലിക്ക് ഇവൻ്റായിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. ഓൺ ക്ലിക്കിൻ്റെ സ്പെല്ലിംഗ് നോക്കിയാൽ നമുക്ക് കാണാം ക്യാമൽ കേസിലാണ്. ഫംഗ്ഷൻ കോമ്പണൻറ്റിലും സിമിലർ ബിഹേവിയർ തന്നെയാണ്. ഓൺ ക്ലിക്ക് ക്യാമൽ കേസിലാണ്. ആകെ ഡിഫറൻസ് വരുന്നത് ക്ലാസ് കോമ്പണൻറ്റിൻ്റെ പോലെ ദിസ് ഡോട്ട് വെച്ച് ഡിഫൈൻ ചെയ്ത മെത്തേഡിനെ കോൾ ചെയ്യേണ്ടതെന്ന് മാത്രം. വൈ ഷുഡ് വി നോട്ട് അപ്ഡേറ്റ് ദ സ്റ്റേറ്റ് ഡയറക്ട്ലി? നമുക്കറിയാം റിയാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ആണ് റെൻഡറിങ് കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഫാക്ടർ. ഈ സ്റ്റേറ്റ് ചേഞ്ചസ് റിയാക്ട് ലൈബ്രറി ഡിഫൈൻ ചെയ്ത മെത്തേഡ്സിലൂടെ ചെയ്താൽ മാത്രമേ സ്റ്റേറ്റ് അപ്ഡേഷൻ നടക്കൂ, ദെർബൈ റീറെൻഡറിങ്ങും. ഫസ്റ്റ് ക്ലാസ് കോമ്പണൻറ്റിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഹാൻഡിൽ ക്ലിക്ക് ഫംഗ്ഷനിൽ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ സ്റ്റേറ്റ് ചേഞ്ച് ആകും. അതേസമയം ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ഗ്രീറ്റ് ഈക്വൽ ടു ഒരു പുതിയ വാല്യൂ എഴുതിയ സ്റ്റേറ്റ് ചേഞ്ച് ആകണമെന്നില്ല. ഈ ബിഹേവിയർ സ്ക്രീനിൽ കാണാൻ പറ്റും. ഫങ്ഷണൽ കോമ്പണൻസിൽ യൂസ് സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്യുമ്പോൾ വേരിയബിളിലേക്ക് സ്റ്റേറ്റും സ്റ്റേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസും കിട്ടും. ഇത് യൂസ് ചെയ്ത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഹാൻഡിൽ ക്ലിക്കിൻ്റെ ഉള്ളിൽ സെറ്റ് ഗ്രീറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് പുതിയ വാല്യൂ സെറ്റ് ആക്കുന്നത് കാണാം. ഈ സെറ്റ് ഗ്രീറ്റ് എന്ന ഫംഗ്ഷൻ നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ സെറ്റ് ന്യൂ ഗ്രീറ്റ് എന്നോ വേരിയബിളിന് നെയിം കൊടുക്കാം. ബട്ട് ആ സെയിം ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്ത് സ്റ്റേറ്റ് ചേഞ്ച് ആക്കണം എന്ന് മാത്രം. ഡയറക്റ്റായി സ്റ്റേറ്റ് ചേഞ്ച് ചെയ്താൽ
സ്റ്റേറ്റ് ചേഞ്ച് ട്രിഗർ ചെയ്യണമെന്നില്ല. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കോൾ ബാക്ക് ഫംഗ്ഷൻ ആസ് എൻ ആർഗ്യുമെൻറ്റ് ഓഫ് സെറ്റ് സ്റ്റേറ്റ്? ക്ലാസ് കോമ്പോണൻറ്റിലെ ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ 2 പാരാമീറ്റേഴ്സ് ആണ് എടുക്കുക. ഫസ്റ്റ് പാരാമീറ്ററായി ചേഞ്ച് ചെയ്യേണ്ട സ്റ്റേറ്റ്, സെക്കൻഡ് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ സെറ്റ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയി റെൻഡറിങ് കഴിഞ്ഞതിന് ശേഷം എക്സിക്യൂട്ട് ആവും. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്താൽ ഓൾഡ് സ്റ്റേറ്റ് തന്നെയായിരിക്കും കിട്ടുക. ബട്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം കറക്റ്റായി ന്യൂ സ്റ്റേറ്റ് അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ കോൾ ബാക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്താൽ ന്യൂ സ്റ്റേറ്റ് കാണാം. സെറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ അസിൻക്രണസ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബിഹേവിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്സ്.